ഒരു ഐറ്റം കഴിച്ചാൽ നിർത്താൻ പറ്റില്ല കേട്ടോ. ഞാൻ പരീക്ഷിച്ച് വിജയിച്ച എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. എൻ്റെതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു കിടലൻ ഐറ്റം. മേ ബി ഇതെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം. എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. ഒരു മിക്സിയുടെ ജാറിൽ ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കാം. ഇനി പാൻ വെച്ച് എണ്ണ ചൂടാക്കി പട്ട, ഗ്രാമ്പു, ഏലക്ക ഒന്ന് പൊട്ടിക്കാം. ചതച്ച കൂട്ട് ചേർക്കാം. ചതച്ച മുളകിടാം. മഞ്ഞപ്പൊടി, കശ്മീരി മുളക് പൊടി, ഇതൊരു കളറിന് വേണ്ടി മാത്രം ചേർക്കാണ്. പെരിഞ്ജീരകം ചതച്ചത്, ക്ലീൻ ചെയ്ത ചിക്കൻ കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. മൂടി വെക്കാട്ടോ. ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം വന്ന് വെന്ത് വരണം. ഇനി വെള്ളം നന്നായിട്ട് വറ്റിച്ച് വരട്ടിയെടുക്കാം. കറിവേപ്പില ചേർക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് ടൊമാറ്റോ സോസ് ആണ്. ഇത് താല്പര്യം ഇല്ലെങ്കിൽ നാരങ്ങാനീരോ അല്ലെങ്കിൽ വിനീഗറോ ചേർക്കാട്ടോ. കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഒരു ചില്ലി ഓയിൽ ഉണ്ടെങ്കിൽ ചേർക്കാം. ഇത് ചേർക്കുമ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ചൈനീസ് ഡിഷസ് വാങ്ങുമ്പോൾ ആ നല്ലൊരു ടെംപ്റ്റിംഗ് മണമില്ലേ, മണം മാത്രമല്ല കേട്ടോ, കുറച്ചുകൂടെ ടേസ്റ്റ് എൻഹാൻസ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതില്ലെങ്കിൽ ചേർക്കണ്ട, കുറച്ച് വെളിച്ചെണ്ണ ചേർത്താൽ മതി. അപ്പോൾ ഒരു പക്ക നാടൻ ടേസ്റ്റ് ആയിരിക്കും. ഇതാകുമ്പോൾ ഒരു ഇൻഡോ ചൈനീസ് ടേസ്റ്റ് വരും. നന്നായിട്ട് ഡ്രൈ ആയ സ്റ്റൗ ഓഫ് ആക്കാം. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. ഞാൻ ചുമ്മാ പരീക്ഷിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.